വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഗൂഗിളിൻ്റെ പ്രൊജക്റ്റ് IDX എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊജക്റ്റ് IDX എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മൾ നിലവിൽ ഇന്ന് നമ്മൾ കോഡ് എഴുതുന്നൊരു എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ VS കോഡിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതായത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ലോക്കൽ സ്റ്റോറേജിൻ്റെ അകത്താണ് നമ്മളിടുന്ന കോഡും കാര്യവും സ്റ്റോറായി കിടക്കുന്നത്. അത് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ എന്താണ് ഡിലീറ്റായി പോകുന്നത്, ടീമായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, VS കോഡ് വഴി നമ്മളെ സെയിം VS കോഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ നിലവിലത്തെ നമ്മൾ ലോക്കലി റണ്ണാവുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, അല്ലെങ്കിൽ എന്ത് ഐഡിയ ആയാലും വിഷ്വൽ സ്റ്റുഡിയോ കോഡായാലും വേറെ ഏത് ഐഡിയ, ഇപ്പോൾ കഴ്സർ ആണെങ്കിൽ പോലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ പ്രൊജക്റ്റ് IDX പറഞ്ഞ ടൈമിൽ ഇതൊരു ക്ലൗഡ് ഐഡിയാണ്. അതായത് നമ്മളെ കമ്പ്യൂട്ടർ ഇപ്പോൾ ലോ എൻഡ് കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും നമുക്ക് ഗൂഗിളിൻ്റെ പ്രൊജക്റ്റ് IDX ഒരു നമുക്ക് ഹൈ എൻഡ് സ്പെക്കിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ മറ്റൊരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ റണ്ണാവുന്ന ഒരു IDE നമുക്ക് ഇതുവഴി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ IDEൻ്റെ അകത്ത് നമുക്ക് കോഡ് എഴുതാനും കാര്യം പറ്റും. അപ്പോൾ എത്ര വലിയ പ്രൊജക്റ്റിൻ്റെ കോഡാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ നമുക്കതൊരു മാനേജ് ചെയ്യാൻ പറ്റും. അതിൽ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഇതിൽ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഗെറ്റ് സ്റ്റാർട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പം എന്താണ് ആദ്യം കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അത് ചെയ്ത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ എന്താണ് ബിൽഡിംഗ് ഒരു ആപ്പ്, പിന്നെ ക്ലൗഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. നിങ്ങൾ ആപ്പ് നിങ്ങൾക്ക് ക്ലൗഡിൽ ബിൽഡ് ചെയ്യുക. അതായത് ഗൂഗിൾ ക്ലൗഡിൻ്റെ അകത്തുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള നല്ല സ്പെക്കുള്ളൊരു കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ലോക്കൽ കമ്പ്യൂട്ടർ വഴി നിന്ന് നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ടെംപ്ലേറ്റ്സിൽ പോകുമ്പോൾ ആദ്യം റിയാക്റ്റ്, HTML, അങ്ങനെ അതിൻ്റെ കുറേ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ അകത്തോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ VS കോഡ് ക്ലൗഡിലോട്ട് ക്ലോൺ ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ബാക്കിൻ്റെ ഫ്രെയിം വർക്ക്, ഇപ്പോൾ Node.jsൻ്റെ അകത്തുള്ള ബേസിക് സെറ്റപ്പ് എല്ലാം ചെയ്ത് നമുക്ക് API ബിൽഡ് ചെയ്യാനുള്ളൊരു കോഡിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. അങ്ങനെ എല്ലാത്തിനുള്ള കോഡ് ഇവിടെ ഉണ്ട്, മൊബൈൽ ആപ്പിനുള്ളതുകൊണ്ട് ആ ഫ്രെയിം വർക്ക് എല്ലാം റെഡിയാണ്. പിന്നെ അവിടെ HTML സെലക്ട് ചെയ്യുന്നു. പിന്നെ അവിടെ പറയണമായി HTML എന്നാണ് പ്രൊജക്റ്റിന് പേരിട്ടേക്കുന്നത്. ക്രിയേറ്റ് കൊടുക്കുമ്പം കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും നമ്മൾ ആ പ്രൊജക്റ്റ് ഒന്ന് ക്രിയേറ്റ് ആവുന്നതിന്. കുറച്ച് സെക്കൻഡ്സ് മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ, നമുക്കുള്ള പ്രൊജക്റ്റ് ഇപ്പോൾ എന്താണ് ക്രിയേറ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ക്ലൗഡിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കീബോർഡിൽ F11 എന്ന് പറഞ്ഞ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആവുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ട നമ്മൾ എന്താണ് ആ ഒരു HTML ഫയൽ അതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ ഇപ്പോൾ തന്നെ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രിവ്യൂ വന്നിട്ടുണ്ട്. പ്രിവ്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ പ്രൊജക്റ്റ് IDXൻ്റെ ഒരു ഐക്കണിൻ്റെ അകത്തോട്ട് പോവുക. ഇവിടെ വന്നതിന് ശേഷം ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ കമാൻഡ്സ് ഷോ വെബ് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ വെബിൻ്റെ അകത്തുള്ള പ്രിവ്യൂ എന്താണ്. ഞാൻ വീണ്ടും F11 ക്ലിക്ക് ചെയ്ത് അതിന് എന്താണ് നോർമൽ ആക്കുകയാണ്. ഇവിടെ ഞാൻ വന്നിട്ട് ഇതൊന്ന് ചെറുതാക്കി, എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലൈവിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇങ്ങനെ വെച്ചോണോ കോഡ് എഴുതാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇതുപോലൊരു ബ്രൗസറിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മതി, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്രൗസറിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള ആ ഒരു കോഡിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പം എന്താണ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ഇപ്പോൾ പറയണേ ഹലോ വേൾഡ് എന്ന് മാറ്റി വെൽക്കം ഫ്യൂച്ചർ ബീറ്റ്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വെൽക്കം ഫ്യൂച്ചർ ബീറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ക്ലൗഡിൽ ഇപ്പോൾ ചിലരൊക്കെ അതിനെ പേഴ്സണലി കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഏത് PC വേണം അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിരിക്കുന്ന ലോ എൻഡ് PC ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റും ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ക്ലൗഡ് എൻവയോൺമെൻറ്റ് ഇതാകുമ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സ്പെക്കല്ല, ഇവിടെ ഗൂഗിളിൻ്റെ സ്പെക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രൊജക്റ്റും എളുപ്പത്തിൽ കോഡ് എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ ഫ്രണ്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ വരുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഷെയറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ബട്ടണത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് വേണ്ട ഫ്രണ്ട്സിനെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് എളുപ്പത്തിൽ അവരെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം പ്രൊജക്റ്റിൽ തന്നെ നമ്മൾ ഫ്രണ്ട്സിനും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ഇൻഡെക്സ് HTML മറ്റൊരു കൂട്ടുകാരന്, അല്ലെങ്കിൽ എബൌട്ട്
HTML എന്താണ് മറ്റൊരാൾക്ക് അങ്ങനെ ടീം വർക്ക് ചെയ്യുന്നതിനും ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ HTML ക്രിയേറ്റ് ചെയ്ത് നമുക്ക് റിയാക്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിലവിൽ VS കോഡ് എഴുതിക്കൊണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ബെറ്റർ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അതുപോലെ തന്നെ ഇവിടെ AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താണ് ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ലൈക്ക് ഇവിടെ ഞാൻ പറയാണ് HTML എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്താണ് നമുക്ക് ആ കോഡ് ഇപ്പോൾ ജനറേറ്റ് ആയി വരുന്നതാണ്. ഓക്കെ ബേസിക് ആയിട്ടുള്ളൊരു കോഡ് ഇവിടെ ഇപ്പോൾ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ HTML ഇത് എഴുതിയേക്കാൻ ഒഴിവാക്കുക. ഞാൻ ഇപ്പോൾ അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് ആ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ എന്താണ് ഇൻപുട്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഇപ്പം നിലവിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രോജക്റ്റ് ഐഡിക്സിന് പ്രൈസിംഗ് ഒന്നും ഗൂഗിൾ ഇട്ടിട്ടില്ല. ഫ്യൂച്ചറിൽ എന്തായാലും ചെറിയ പ്രൈസിങ് എന്തായാലും ഗൂഗിൾ കൂടുതലും ഫ്രീ ആയിട്ട് കുറേ സർവീസ് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു നോർമൽ ഡെവലപ്പർക്ക് എന്തായാലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ഫീച്ചർ എന്തായാലും ഗൂഗിൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജെമിനിയുടെ സപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും അടുത്ത നമ്മൾ റിയാക്റ്റിന് വേണ്ടി ഒരെണ്ണം ബിൽഡ് ചെയ്യാണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതും നമുക്ക് എന്താണ് റൺ ആവത്തില്ല, ഇതും ക്ലോസ് ആവുന്നതായിരിക്കും. ഇവിടെ ഞാൻ വീണ്ടും വരുന്നു, റിയാക്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറയുന്ന പ്രൊജക്റ്റിൻ്റെ പേര് മൈ റിയാക്റ്റ് എന്ന് കൊടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റ് ആണോ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണോ ചോദിക്കുന്നു. ഞാൻ ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് നമ്മളിപ്പം നോർമലി നമ്മളിപ്പോൾ റിയാക്റ്റിൻ്റെ ടൂട്ടിൽ നിങ്ങൾ പഠിച്ചുറങ്ങാൻ മനസ്സിലാവും. നമ്മൾ എന്താണ് NPM ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കൂലേ. അപ്പോൾ അതുപോലെ ഇപ്പം എന്താണ് ബേസിക് സെറ്റപ്പ് എല്ലാം റെഡിയാക്കി നമുക്ക് എന്താണ് ഉപയോഗിക്കത്തക്ക രീതിയിലോട്ട് ബാക്കി തരുന്നതാണ്. ഓക്കെ ഇപ്പം നമുക്കുള്ള റിയാക്റ്റ് ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെർമിനൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെർമിനലിൽ പോകുക. ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് വേണ്ട ടെർമിനൽ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ ആദ്യം NPM ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ ഇവിടെ എന്തോ റൺ ആവുന്നുണ്ട്, അത് റൺ ആവട്ടെ. ഓക്കെ നമുക്ക് NPM ഇൻസ്റ്റാളിൽ കൊടുക്കാം. NPM ആയി കൊടുത്ത് ഇപ്പോൾ റണ്ണായിട്ടുണ്ട്, ഓൾറെഡി റണ്ണായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, NPM റൺ ഡെവ് എന്ന് കൊടുക്കാം. ഓക്കെ നമുക്ക് റിയാക്റ്റ് ആപ്പ് ഇവിടെ റണ്ണായിട്ടുണ്ട്. നോക്കി നമുക്ക് എന്താണ് ഇതും നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പ്രിവ്യൂ അടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഞാൻ അപ്പോൾ ക്ലോസ് ചെയ്യാണ്. ഓക്കെ നമുക്കുള്ള റിയാക്റ്റ് ആപ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇനി മാറ്റമൊക്കെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ബ്രൗസറിൽ കാണിക്കാനുള്ള ഫീച്ചർ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രൊജക്റ്റ് IDXലോട്ട് ക്ലിക്ക് ചെയ്യുക, ഷോർട്ട് കട്ടിൽ പോവുക, പ്രിവ്യൂ കമാൻഡ് ഷോ വെബ് പ്രിവ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രിവ്യൂ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിയാക്റ്റോ എല്ലാം എളുപ്പത്തിൽ അപ്പം തന്നെ നമ്മൾ പഠിച്ച റിയാക്റ്റോ HTMLൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ഇപ്പോൾ കാണിച്ചത്. Node.js ഒക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് IDXൻ്റെ അകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇനി ഫ്യൂച്ചർ ഇതൊക്കെയാണ്. ഓക്കെ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ ബൈ.